കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഹാൻഡിലുകളും മറ്റും പൊതുവായിട്ട് നടത്തുന്ന ഒരു വിമർശനമാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന വർഗീയവാദിയെ മുഖ്യമന്ത്രി കാറിൽ കയറ്റി സൽക്കാരം കൊടുക്കുന്നു, സ്വീകരണം കൊടുക്കുന്നു, അല്ലെങ്കിൽ നവോത്ഥാന നായകനാക്കുന്നു. വെള്ളാപ്പള്ളി എന്നുള്ളത് നിരന്തരമായി മുസ്ലിം സമുദായത്തിനെതിരെ വർഗീയ വിദ്വേഷം നടത്തുന്നയാളാണ്. മലപ്പുറം ജില്ലയെക്കുറിച്ച് മോശം പരാമർശം നടത്തുന്നയാളാണ്. അങ്ങനെയുള്ള വെള്ളാപ്പള്ളിയെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാറിൽ കൂടെ കയറ്റിക്കൊണ്ട് വേദിയിലേക്ക് കൊണ്ടുപോവുകയും ഒന്നിച്ച് വേദി പങ്കിടുകയും അത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതും അതിനെ തള്ളിപ്പറയാതെ നിൽക്കുന്നതും അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കാതെ നിൽക്കുന്നതും ഒക്കെ നടത്തുന്നുള്ളത് കൊണ്ട് പിണറായി വിജയൻ മുസ്ലിം വിരോധിയാണെന്നും സംഘിയാണെന്നും ഒക്കെയാണ് പൊതുവായിട്ട് പറയപ്പെടുന്നത്. ഹാൻഡിലുകളും ലീഗ് ഹാൻഡിലുകളും ഒക്കെ ഇത്തരം പ്രചരണം നടത്തുന്നതിൽ മുൻപന്തിയിലുണ്ട്. എന്നാൽ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന് എന്തെങ്കിലും നിലപാട് പറയാറുണ്ടോ? അവരുടെ ഔദ്യോഗിക നേതൃത്വം എന്തെങ്കിലും നിലപാട് പറയാറുണ്ടോ? നമ്മൾക്ക് പരിശോധിക്കുമ്പോൾ അങ്ങനെ ഇല്ല എന്ന് പറയേണ്ടി വരും. മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് നിരന്തരമായ ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിട്ട് പോലും അവർ ഏതെങ്കിലും രീതിയിൽ പ്രതികരിച്ചിട്ടില്ല. ഇനി UDFന്റെ തന്നെ മറ്റുള്ള നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാട് എന്താണ്? വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ VD സതീശന്റെ നിലപാട് എന്താണ്? ഇനി രമേശ് ചെന്നിത്തലയുടെ നിലപാട് എന്താണ്? അത് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം രമേശ് ചെന്നിത്തലയുടെ നിലപാട് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. താങ്കൾ മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റുമോ? ഞാൻ എല്ലാവരും കയറ്റുന്ന ആളാണല്ലോ, ആരെ വേണേ ഞാൻ കയറ്റും. എന്റെ കാറിൽ ബെസ്റ്റ്. താങ്കൾ മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റുമോ? ഞാൻ എല്ലാവരും കയറ്റുന്ന ആളാണല്ലോ, ആരെ വേണേ ഞാൻ കയറ്റും. എന്റെ കാറിൽ ആരൊക്കെ ജിമ്മി വന്നാലും എന്റെ കാറിൽ കയറും. ഞാനോ ഉമ്മൻചാണ്ടിയും ഒക്കെയാണ്, ഞങ്ങൾ എല്ലാവരെയും കാറിൽ കയറ്റും. നമ്മുടെ ഒന്നും കാറ് സ്ഥലം പോലും കാണത്തില്ല. ഞാൻ പ്രായമുള്ള ആളാണ്, അദ്ദേഹത്തെ കയറ്റിയത്. അത് എനിക്ക് എതിർപ്പൊന്നുമില്ല. നിങ്ങളൊക്കെ കാറിൽ കയറ്റുന്ന ആളുകളായതുകൊണ്ട് ആ ചോദ്യം ഞങ്ങൾക്ക് അത് ഒരു പ്രശ്നം. അപ്പൊ തിരിച്ച് വേറൊരു കാര്യം ചോദിക്കാം, വെള്ളാപ്പള്ളി നടേശൻ ഒരു വർഗീയവാദിയാണോ? അല്ല, എനിക്ക് ആർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല. ഇതാണ് രമേശ് ചെന്നിത്തലയുടെ മറുപടി എന്നുള്ളത്. ഈ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇത് ഈ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട പിണറായി വിജയന്റെ നിലപാടുമായി വലിയ വിമർശനങ്ങൾ കേരളത്തിൽ ഉണ്ടാവുകയും UDF അത് ഉപയോഗപ്പെടുത്തുകയും പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനടക്കം മുസ്ലിം ലീഗ് അടക്കം അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന സമയമാണ്. നിരന്തരമായ വിമർശനം ഈ വിഷയത്തിൽ പിണറായി വിജയന് ഉണ്ടാവുന്നുണ്ട്. എങ്കിൽ കോൺഗ്രസിന്റെ നേതാവായ രമേശ് ചെന്നിത്തലയോട് കാറിൽ കയറ്റാമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞത് അദ്ദേഹത്തിന് വെള്ളാപ്പള്ളിയെ കൂടെ കൂട്ടുകയും വേണം, ആരുമായിട്ട് പ്രശ്നമുണ്ടാവാനും പാടില്ല, വോട്ടുകൾ നഷ്ടപ്പെടാനും പാടില്ല. അങ്ങനെ അദ്ദേഹം അതിനേതായി ഒരു മറുപടി പറയുന്നു. ആ മറുപടി എങ്ങനെയാണ് പറയുന്നത്? ഞാൻ എല്ലാവരെയും കാറിൽ കയറ്റുന്ന ആളാണ്, ഞാൻ ഉമ്മൻചാണ്ടിയൊക്കെ കാറിൽ എല്ലാവരെയും കയറ്റും. വെള്ളാപ്പള്ളി നടേശൻ പ്രായമുള്ള ആളാണ്, അദ്ദേഹത്തെ പ്രായത്തെ പരിഗണിച്ച് കാറിൽ കയറ്റിയതിൽ എനിക്ക് പരാതിയൊന്നുമില്ല, അതിൽ പ്രശ്നമായിട്ട് ഞാൻ തോന്നുന്നില്ല എന്നതാണ്. അതായത് പ്രായമുള്ള ഒരാൾ എന്നുള്ള നിലക്കാണ് ഇപ്പം കാറിൽ കയറ്റിയത് പ്രശ്നമല്ലാതായിട്ട് തോന്നുന്നത് എന്നതാണ് ആദ്യം പറയുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്ന കേരളത്തിൽ ഇത്തരം വിഷയങ്ങൾ പറഞ്ഞിട്ടുള്ള വർഗീയപരമായ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള ആളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാറിൽ കയറ്റി കൊണ്ടുപോയത് കേരളത്തിന്റെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ നേതാവായ കഴിഞ്ഞ കാലങ്ങളിൽ ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിട്ടുണ്ടായിരുന്ന കോൺഗ്രസിന്റെ പ്രബലനായ കേരളത്തിലെ ഏറ്റവും വലിയ നേതാവായ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു കുഴപ്പവും കാണുന്നില്ല. നമ്പർ 1. ഇനി രണ്ടാമത്തെ വിഷയം എന്താണ്? അദ്ദേഹം ഒരു വർഗീയവാദിയാണോ എന്നുള്ള നിലപാട് നിങ്ങൾക്കുണ്ടോ എന്നാണ്. അതായത് വെള്ളാപ്പള്ളി നടേശൻ ഇതുവരെ നടത്തിയ പ്രസ്താവനകൾ വെച്ച് വെള്ളാപ്പള്ളി നടേശൻ ഒരു വർഗീയവാദിയാണെന്നുള്ള നിലപാട് നിങ്ങൾക്കുണ്ടോ എന്നാണ് രണ്ടാമത്തെ ചോദ്യമായിട്ട് ആങ്കർ ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ ആർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ആളല്ല എന്നാണ്. അതായത് വെള്ളാപ്പള്ളി നടേശന് ഇത്രയും കാലം നടത്തിയ ഈ പ്രസ്താവനകൾ എന്നുള്ളത്, ആ പ്രസ്താവനകൾ മുൻനിർത്തി അദ്ദേഹത്തെ വർഗീയവാദിയാക്കാൻ തനിക്ക് കഴിയില്ല, വർഗീയവാദി ആക്കില്ല എന്നുള്ള നിലപാടാണ് ഇവിടെ ഈ UDFന്റെ പരമോന്നത നേതാവായ രമേശ് ചെന്നിത്തല സ്വീകരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ ഇവിടെ വ്യക്തമാണ്. ഇവിടെ പിണറായി അല്ല കുഴപ്പം, ഇവിടെ രമേശ് ചെന്നിത്തലയും VD സതീശനുമാരും കുഴപ്പമാണ്. ഇവിടെ രണ്ടിടത്തും കുഴപ്പങ്ങളുണ്ട്. വെള്ളാപ്പള്ളി നടേശന്റെ വിഷയത്തിൽ മുസ്ലിം ലീഗിന് നിലപാടില്ലാത്തതുപോലെ കോൺഗ്രസിന് നിലപാടില്ലാത്തതുപോലെ തന്നെയാണ് CPMന് നിലപാടില്ലാത്തതും. ഇതിൽ പ്രത്യേകിച്ചിട്ട് ഒരു വിഭാഗത്തിന് നിലപാടില്ലാത്തതും മറ്റൊരു വിഭാഗത്തിന് നിലപാടുള്ളതുമായ ഒരു കാര്യം ഉദിക്കുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായ പ്രസ്താവനകളെ വലിയ രീതിയിൽ കേരളത്തിന്റെ മുഖ്യധാരയിൽ വിമർശനം ഉണ്ടാവുമ്പോൾ പോലും കോൺഗ്രസോ UDFോ മുസ്ലിം ലീഗോ ഒരു പ്രത്യേക നിലപാടൊന്നും എടുക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ LDFനോ UDFനോ
വിഭിന്നമായ നിലപാടുകൾ ഇതിലില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇവരുടെ ഔദ്യോഗികമായ നേതൃത്വം സംസ്ഥാന മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ പറ്റി ഇവർ നടത്തുന്ന പ്രശ്നങ്ങൾ എന്നുള്ളത് അത് ഇവരെ സംബന്ധിച്ചിടത്തോളം, UDFന്റെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കും അതേ നിലപാട് തന്നെയാണ്. ഈ വിഷയത്തിൽ പിണറായി വിജയന്റെ നിലപാട് എന്താണോ അത് തന്നെയാണ് രമേശ് ചെന്നിത്തലയുടെയും VD സതീശന്റെയും നിലപാട്, UDFന്റെയും നിലപാട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.